കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തോ അവിടെ സീറ്റ് പോയിരുന്നേ? പോ ഒരു NCC ഇല്ല. ആരെ വെള്ളം ഒഴിച്ചേ? നിന്റെ സീറ്റ് അവിടെ ആണോടാ? എല്ലാരും അവനോട് സീറ്റ് പോയിരിക്കും. എല്ലാരും സീറ്റിൽ പോയിരിക്കുക. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പ്രിൻസിപ്പളിനെ വിളിക്കും. പോയിരിക്കും, സീറ്റ് പോയിരിക്കാം. നിന്റെ ലഞ്ച് ബോക്സ്. എടാ സാജു, ഒന്നുകിൽ എനിക്ക് നാണം വേണം അല്ലെങ്കിൽ നിനക്ക് നാണം വേണം. എന്റെ കൂടെ പഠിച്ചതാ ഇവൻ. ടീച്ചറിന്റെ മുമ്പത്തെ വർഷം എന്റെ ടീച്ചറുടെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷം ടീച്ചറിന്റെ കൊച്ചിന്റെ കൂടെ പഠിച്ചോ? നാണാവുന്നില്ലേ? കഞ്ഞിയുണ്ടല്ലോ. ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. അർജുൻ ടീച്ചർ, മാധവി ടീച്ചർ, നിങ്ങൾ എപ്പോഴും അടുത്തടുത്താണോ ഇരിക്കുള്ളൂ? സീറ്റിലെ ടീച്ചർ എല്ലായിടത്തും ഞാൻ ചോദിച്ചോ? പ്രസന്റ് ടീച്ചർ. വിജയ്, ശ്രുതി, ശബ്ദമില്ലേ? ഹരി ടീച്ചറെ പ്രസന്റ്. അയ്യോ, ഇരിക്ക്. സബിത പ്രസന്റ് ടീച്ചർ. കുളിച്ചില്ലേ? സബിത പോയി ബാക്കിലിരുന്നേ. അനുപ ഇവിടെ ഫ്രണ്ട് വന്നിരിക്കേ. ടീച്ചർ വേണ്ട. സാജു നമ്മുടെ കാലത്ത് ഹാജരായിരുന്നു. രശ്മി പ്രസന്റ് ടീച്ചർ. സൂസൻ പ്രസന്റ് ടീച്ചർ. യമുന പ്രസന്റ് ടീച്ചർ. ദേവൻ. ഈ സാരി പുതിയതാണ് ടീച്ചറെ. എന്താ പ്രസന്റ്? അതിനുമ്പ് എന്താ പറഞ്ഞേ? സാരി പ്രസന്റ് കിട്ടിയതാണോ? ചുമ്മാ അല്ല ഇവിടെ തന്നെ ഇരിക്കുന്നേ. ഇനി വല്ലതും പറഞ്ഞ പ്രിൻസിപ്പളിന്റെ മുറി കൊണ്ട് നിർത്തും കേട്ടോ. അനൂപ് പ്രസന്റ്. ദർശന പ്രസന്റ് ടീച്ചർ. സ്റ്റെബിൻ, വിനീഷ പ്രസന്റ് ടീച്ചർ. ജോബി. ജോബി വരൂല ക്ലാസ്സിൽ. ജോബി വന്നിട്ടില്ലേ? ബോഞ്ചി വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ടീച്ചറെ അവിടെ സിനിമ പോസ്റ്റർ നോക്കി നിൽക്കുന്ന കേട്ടോ. സിനിമ പോസ്റ്റർ. ആരോ ആംബുലൻസ് വരുന്നു ടീച്ചർ. വായടക്ക്. ഈ എന്തിനാ കരയുന്ന? എന്താ കാര്യം? എന്താ ആര് നുള്ളിന്ന്? അതെ, എന്നും ഇതുപോലെ ഇവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, മലയാള സാർ അവിടെ ഇരിപ്പുണ്ട്. സാറിന്റെ അടുത്ത് പോയി സംസാരിക്കും. സാറേ, ഇതൊന്നും ഡീൽ ചെയ്ത് വിട്ടേ സാറേ, എന്നെ കൊണ്ട് വയ്യ. ഞാൻ വേറെ ചെയ്തില്ല. അവനോട് മുള്ളിക്കൊണ്ടിരുന്നപ്പം അവന്റെ ഫുട്ബോൾ എന്താ ചെയ്യണ്ട? പിന്നെ അങ്ങനെ കാണിക്കാവോ? പേരന്റ്സിനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. വിളിക്കാം. ഒരു കാര്യമുണ്ട് സാറേ. ഞാൻ വേറെ അവനുണ്ടല്ലോ, അവന് ആ ഷോനും ഇല്ലേ, അവൻ പാരന്റ്സിനെ വിളിക്കാൻ പോകാതിരിക്കാൻ ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. ആ മാവിന്റെ മൂട്ടിൽ കട്ടറുമ്പൊക്കെ ഉള്ള മാവിന്റെ മൂട്ടിൽ അവനവിടെ കെട്ടിയിട്ടുണ്ട്. അവനല്ല വിളിക്കാതിരിക്കാൻ വേണ്ടി അവന് നിക്കറൂരി ഞാൻ അവന്റെ വായിൽ തന്നെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. എന്നെ നുള്ളി. നിന്റെ പേരന്റിനെ വിളിച്ചായിരുന്നു, എന്റെ അച്ഛനെ കണ്ടായിരുന്നു. കണ്ടോ? നിന്റെ പ്രോഗ്രസ് കണ്ടിട്ട് ട്രെയിൻ നിർത്തിയെന്നാ പറയുന്നത്. മൊത്തം ജോബ് മാർക്കല്ലേ, അത് കണ്ടിട്ട് ട്രെയിൻ നിർത്തിയെന്നാ അതിന്റെ അച്ഛൻ പറഞ്ഞു. ടീച്ചറെ, ഞാനൊരു കാര്യം കണ്ടത് പറയാം. ഈ കുട്ടി ഇങ്ങോട്ട് വരുമ്പോ അവിടെ പറക്കും തെളിയുടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ആ നായികയുടെ ആ പോസ്റ്ററിന് ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ട അവിടെ നിന്നോണ്ട്. ഉമ്മ അല്ല, ഉമ്മ. അവിടെ ഹിന്ദി ടീച്ചറിന്റെ ചായ ഉണ്ടാ കുട്ടിക്ക്, അതുകൊണ്ടാണോ? അയ്യോ, ടീച്ചറിന്റെ ഒരു നാണം. തിരിപ്പൊരിക്കാൻ ഇനി മേലെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരരുത് കേട്ടോ. തുടങ്ങണ്ട പരിപാടി. So, Camry Ice Cream Love has many flavors and these tea co-presents Nyanum Ente Aalum co-powered by Pooja Ragni. Cosmetic partner Dazzler Wet and Away to Stardom and special partner Regal and Homes. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു സ്കൂൾ റൗണ്ട് ആണ്. ഞാൻ ഇവിടുത്തെ ടീച്ചർ, നമ്മുടെ മലയാളം സാറ്, നമ്മുടെ ഹിന്ദി ടീച്ചർ, പിന്നെ നമ്മുടെ
പിന്നെ നമ്മുടെ കുറച്ച് നല്ല തങ്കം പോലെയുള്ള പൂ പോലെയുള്ള പിള്ളേര്. അപ്പൊ ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ റൗണ്ടുകൾ നടത്താൻ പോകുന്നത്. സ്കൂൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ സ്കൂളും സ്കൂൾ മെമ്മറീസും പഴയ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നമ്മുടെ ഓർമ്മകളിലും അല്ലാതെയൊക്കെ നമ്മുടെ ഈ വേദിയിൽ നിന്ന് കയറി ഇറങ്ങാൻ പോവുകയാണ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇനി എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഇനി എല്ലാവരും നിങ്ങൾ ഈ സ്കൂൾ യൂണിഫോമിൽ കയറിയതിന്റെ ഒരു അഹങ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇന്ന് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് നോർമൽ ആയിട്ടിരിക്കണം കുറച്ചു നേരം. ഓക്കെ, നമ്മൾ റൗണ്ടുകൾ തുടങ്ങാൻ പോവാണ്. ഞാൻ വടി താഴെ വെച്ച് ഞാൻ ഡീസന്റ് ആയി. ഓക്കെ, നമ്മുടെ സ്കൂൾ മെമ്മറീസ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദിയിൽ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ സ്കൂൾ മെമ്മറീസിലേക്ക് പോകുന്നതിന് മുന്നേ, ഇതിനു മുൻപ് നടന്ന എപ്പിസോഡുകളിൽ അല്ലെ നിങ്ങളുടെ ആ ഒരു കോണ്ടന്റ് ഭയങ്കര വൈറൽ ആവുകയും അല്ലെ, ഭയങ്കര കല്യാണ കഥ, അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും വന്ന സംഭവങ്ങളൊക്കെ. സോ എന്താണ് അതിന് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ്? എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അന്ന് ആ ഒരു മൊമെന്റിൽ ശരിക്കും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. കാര്യം അവർ വന്ന് പെട്ടെന്ന് ഞാൻ സംസാരിച്ചു. അതൊക്കെ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് അന്നൊന്നും പറയാൻ പറ്റിയില്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അതിൽ സിയോട് എനിക്ക് അന്ന് നന്ദി പറയാൻ പറ്റിയില്ല. സിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഹരിചേട്ടനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് തന്നതിൽ. അവരും അച്ഛനും അമ്മയും ഹാപ്പിയാണ്. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം അവിടെ തന്നെയായിരുന്നു സ്റ്റേ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എപ്പിസോഡൊക്കെ കണ്ടത്. ഒരുപാട് നല്ല കമന്റ്സ് വന്നു, ഒരുപാട് നല്ല കമന്റ്സ്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അവര് അയക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ ഹാപ്പി ആയതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങളുടെ കസിൻസ് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതുപോലെ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ അച്ഛൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഒരു 20 ദിവസത്തെ സമയം തന്നിരുന്നെങ്കിൽ കല്യാണം നടത്താമായിരുന്നു എന്ന്. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഇവിടെ സൈലന്റ് ആയിട്ട് നിന്നു. കാര്യം നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യാനാ വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ആ ഒരു 20 ദിവസമല്ല, ഇനി ഒരു മാസമായാലും ആ കല്യാണം നടക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം, അതെ, കല്യാണം എന്നൊരു ഇതിൽ വന്നത്. പിന്നെ പുള്ളീനെ ഞാൻ ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം കല്യാണം കഴിച്ച ഒരാളല്ല. ഒരുപാട് സംസാരിച്ച്, 2 ഫാമിലിയോടും സംസാരിച്ച് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ അച്ഛനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് കമന്റ്സ് വന്നിരുന്നു. നിങ്ങളുടെ ഫാമിലി പ്രശ്നം ഇങ്ങനെ ഒരു സ്റ്റേജിലാണോ പറയുന്നതെന്ന്. അതിനും എനിക്കൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ സൊസൈറ്റിയിൽ കുറെ പേരാണ് അച്ഛൻ അത്രയും അപമാനം ഉണ്ടാക്കി കൊടുത്തത്. അതൊരു മോശം കാര്യമാണെന്ന് തോന്നിപ്പിച്ചത് അങ്ങനെ ഒരു സൊസൈറ്റിയാണ്. അതിലുള്ള എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് ആളുകൾ, കുറച്ച് പെർസെന്റേജ് ആളുകളാണ് അങ്ങനെ തോന്നിപ്പിച്ചത്. അപ്പോ അങ്ങനെ അതിൽ അച്ഛൻ കുറെ ഇൻസൾട്ടായി. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേജില് പുള്ളിയെ വിളിച്ചു നിർത്തി പരസ്യമായിട്ട് മാപ്പ് പറയാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, ആ എത്ര പേരുടെ മുമ്പിലാണോ പുള്ളി ഇൻസൾട്ടായേ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നി. പുള്ളി എന്ന് പറയുമ്പം ഇത്രയും നാണക്കേട് സഹിച്ച ഒരാള് അങ്ങനെയാണ് റിയാക്ട് ചെയ്യത്തുള്ളൂ. അത് ആരാണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൽ ഹാപ്പിയാണ്, ഞങ്ങൾ 2 പേരും ഹാപ്പിയാണ്. ദർശന പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ അച്ഛൻ മാതാപിതാക്കളെ ഞങ്ങളിപ്പോ തിരിച്ചു കിട്ടി, അവർക്ക് മക്കളെയും തിരിച്ചു കിട്ടി. ആ ഒരു വലിയ മൂമെന്റ്സിന് ഇങ്ങനെ ഒരു വേദി സാക്ഷ്യം വഹിച്ചു. അത് എല്ലാവരും, ഞാൻ പറയല്ലോ, ഒരുവിധം മനസ്സുള്ളവരെല്ലാവരും നന്മ ആഗ്രഹിക്കുള്ളൂ. അവര് വന്ന് വീട്ടിൽ വന്ന് നിന്നല്ലോ, നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഒരാള് നമ്മുടെ ഹരിചേട്ടനാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ ഒരു കാര്യത്തിൽ ഇടപെടുക, അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയിൽ ഇൻവോൾവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതും ഭയങ്കര ഇമോഷൻസ് വെച്ചിട്ട് കളിക്കുന്ന ഒരു സമയത്ത്. അപ്പൊ ഹരിചേട്ടാ, എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്ത് ഇവിടെ എത്തിച്ചത്? ശരിക്കും ആദ്യം ഒരു കാര്യം ഞാൻ പറയാം ദർശനയോടും അനൂപിനോടും, നമ്മൾ ഈ നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിക്കാൻ പോകരുത്. കാരണം എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. നമ്മൾക്ക് നല്ലതും മോശവും ഭക്ഷണം വെച്ചാൽ നമ്മൾ നല്ല ഭക്ഷണം എടുക്കുന്നു, മോശം ഭക്ഷണം കളയുന്നു, അതേ എടുക്കാവൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അത് വിടുക. അച്ഛൻ ഇവിടെ ഫ്ലോറിൽ വന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടാണ്, ലോകം മൊത്തം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട, സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു എപ്പിസോഡ് കൂടിയായിരിക്കും അത്, എല്ലാ ചാനലിലെയും വെച്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞ ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ വന്ന് അദ്ദേഹം അത്രയും കാഠിന്യത്തോടെ പറയണമെങ്കിൽ
അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ബോൾനെസ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയും. ഞാൻ സി കേരളത്തിന്റെ നിർദ്ദേശപ്രകാരം ജോണി ആന്റണി ചേട്ടനും പിന്നെ ഇടയ്ക്ക് ഷായി ചേട്ടനും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ബിനീഷും ഞാനും കൂടാണ് അവിടെ പോയത്. ഞങ്ങൾ അനൂപിനെ പുറത്ത് നിർത്തിയിട്ട്, കാരണം അകത്തോട്ട് ആദ്യം കയറ്റേണ്ട എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അകത്ത് കയറി അച്ഛൻ വളരെ ബോൾഡായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു. ഞാനതിൽ കണ്ടൊരു കാര്യം, അതായത് ഈ പ്രണയിച്ചവരെ സംബന്ധിച്ച് അവർ ഒന്നിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇമോഷൻ. അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ പ്രണയിച്ചവരാണ്. അച്ഛനെ സംബന്ധിച്ച് എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് അച്ഛന്റെ ഇമോഷൻ. അല്ലാതെ പ്രണയം തകർക്കുക എന്നുള്ളതല്ല, എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളത്. ഞാൻ ആ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്താണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഞാൻ അവരുടെ ജീവിതത്തെ പഠിച്ചു. ആ പയ്യൻ അനൂപ് അച്ഛന്റെ മകളെ പൊന്നുപോലാണ് നോക്കുന്നത്. കാരണം ഒരു വിഷമം പോലും ആ പയ്യൻ ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ആ കുട്ടിയുടെ തിരക്കിനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ അച്ഛൻ ഒരു പക്ഷെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തിയാൽ പോലും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ ആ കുട്ടിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് അച്ഛാ നടന്നതെന്തോ അതിന്റെ ക്ലൈമാക്സ് ആണ് അച്ഛൻ നോക്കേണ്ടത്. കാരണം ആ കുട്ടി ഇപ്പൊ സേഫാണ്, സന്തോഷവതിയാണ്, അതിന്റെ പ്രൊഫഷണലി അത് ഒത്തിരി ഉയരുന്നുണ്ട്. വളരെ മര്യാദക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ് അനൂപ്. ഇച്ചിരി സംസാരിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് സംസാരിക്കും, അങ്ങനെ അല്ല, അവൻ ഓപ്പൺ ആണ്, എന്തും പറയും എന്നുള്ളതിനപ്പുറം നല്ല നിഷ്കളങ്കനായ പയ്യനാണ്. ആ പെൺകുട്ടിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് അവസാനം ആ കാഠിന്യ നല്ല ഹൃദയമുള്ള അച്ഛനെ കരയിപ്പിക്കാൻ എനിക്ക് പറ്റിയതാണ് ഇതിന്റെ വിജയം. അങ്ങനെയാണ് അദ്ദേഹം ഫ്ലോറിൽ അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങി, നമ്മൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇതിനകത്ത് ഉണ്ടാവും എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത്രയും മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത്. എന്ത് കാര്യമായാലും ആർട്ട് എന്തായാലും അത് മനുഷ്യരുടെ ലൈഫിനെ ടച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ എല്ലാ ഭംഗിയും അർത്ഥവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി ഈ ഒരു ആർട്ട് ശരിക്കും അത് സോൾസ് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ അതിന് കൂടെ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പക്ഷെ നിങ്ങൾ പോകാൻ വരട്ടെ, നിങ്ങളുടെ സ്കൂളിലെ പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്. അപ്പൊ സ്കൂൾ വിശേഷങ്ങൾ എന്താണ്? സ്കൂൾ വിശേഷങ്ങൾ എന്ന് പറയുമ്പോ എന്നെക്കാൾ കൂടുതൽ പറയാനുള്ളത് പുള്ളിക്കായിരിക്കും. കൂടുതൽ കാലം പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? അങ്ങനെയല്ല, എന്റെ അമ്മയില്ലേ, എന്റെ അമ്മ ഞാൻ ഏകദേശം ഒരേപോലെ പഠിച്ചു പോയാണ്. ഞാൻ 2 ദിവസം 3 ദിവസം സ്കൂളിൽ പോകും, അമ്മ 4 ദിവസം സ്കൂളിൽ വരും. ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നം നേരത്തെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം എന്റെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തോളാണ്. എന്റെ ലോകം എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ +1 +2 കാലഘട്ടമായിരുന്നു. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അത് ഞങ്ങൾ ചെയ്യാത്ത കുസൃതികളില്ല. അപ്പൊ ഞങ്ങളുടെ അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എടുക്കരുത് പിടിക്കരുത് അങ്ങനെ ഉള്ള അധ്യാപകരൊന്നും ആയിരുന്നില്ല. കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള അധ്യാപകരായിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ കൂടെ നടത്തിയാണ്. അപ്പൊ രസകരമായ ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങള് ഒരു ബാച്ചില് ബോയ്സിനെ കൂട്ടാതെ കുറച്ച് ഗേൾസിനെ മാത്രം ലാബിൽ കൊണ്ടുപോയി. ഞങ്ങൾ കുറച്ച് ഗേൾസും കുറച്ച് ബോയ്സും കൂടെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ 2 പേരുണ്ട്, മകേഷ്, ടോണി. അതിലോട്ടൊരു ഓന്ത് വന്നപ്പോൾ ഇമാരെന്ത് അതിനെ ചവിട്ടി പിടിച്ചിട്ട് എൻ്റെ വാലയിൽ വള്ളി കെട്ടിയിട്ട് ഇവന്റെ ഉടുമ്പിനെ നമ്മൾ എടുത്തിടൂലേ, അതുപോലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഗേൾസിനെ പേടിപ്പിക്കുന്ന എന്റെ ഡെസ്കിന്റെ മേളിലേക്ക് ഇടും. അപ്പോൾ ഇതിങ്ങനെ പോകും, നമ്മളിങ്ങനെ വലിക്കും. അങ്ങനെ വലിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇംഗ്ലീഷ് സാർ, മാത്തുക്കുട്ടി സാറ് ബാക്കിൽ കൂടെ കയറി വന്നു. ഓരോരുത്തർ ഇങ്ങനെ മാറി ഇങ്ങനെ വള്ളി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ സാറ് വന്ന് ഇങ്ങനെ തോളത്തല്ലേ, സാറ് പൊക്കം കുറവാണ്. അപ്പൊ മകേഷും ടോണിക്ക് നല്ല പൊക്കമുണ്ട്. എന്നാ പിടി കളിയാന്നും പറഞ്ഞ സാറിന്റെ കൊടുത്തു. സാറ് നീ അതിനെ വിട്ടരുത്, അത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം സാറ് അതിന്റെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോവാം. പ്രിൻസിപ്പളിന്റെ അടുത്ത് പോകുന്ന എങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കയറി പോകാൻ. അപ്പൊ സാറ് ഫ്രണ്ടിൽ പോണു, ഓന്തിനായിട്ട് ഞങ്ങൾ 6-7 പേര് ഇങ്ങനെ പോവാ. അങ്ങനെ ലാസ്റ്റ് പ്രിൻസിപ്പളിന്റെ റൂമിൽ ചെന്നു. പ്രിൻസിപ്പൾ റൂമിൽ ചെന്ന് പറഞ്ഞത്, മാഡം ഇമ്മാരെ ഒരു രക്ഷയില്ല, എനിക്ക് തൊല്ലയാണ് എന്നും പറഞ്ഞ സാറ് ഭയങ്കര പറയാം. അപ്പം ആ സമയത്ത് പ്രിൻസിപ്പൾ ഇത് കണ്ടിട്ടില്ല, മാഡം കണ്ടിട്ടില്ല, ഓന്തിനെ കണ്ടില്ല. അവൻ എന്നാ നോക്കുമ്പോൾ കാര്യം പറഞ്ഞു, ആ ഓന്തിനെ ഇമ്മാരെ ക്ലാസ്സിൽ പിടിക്കാം. അപ്പം പ്രിൻസിപ്പൾ സാറോട് ചോദിക്കാം, എന്റെ മാത്തുക്കുട്ടി, ആ പിള്ളേർക്കോ വിവരമില്ല, തനിക്കെങ്കിലും വിവരമില്ല, ആ ഓന്തിനായിട്ടാണോ താൻ എന്റെ റൂമിൽ വരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഞങ്ങളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരുത്തി. ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരുത്തി. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പം മാത്തുക്കുട്ടി സാർ വന്നിട്ട് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് എടുക്കാൻ പറ്റും. സാറിന്റെ ടേബിളിന്റെ സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കി ടീച്ചർമാരൊക്കെ ഉണ്ട്. ഒന്ന് ഞങ്ങൾ വിട്ടു, എംബോസിഷനൊക്കെ എഴുതി അവിടെ നിൽക്കുക, സ്റ്റാഫ് റൂമിൽ നിൽക്കുക. അപ്പം സാറിന്റെ ടേബിളിൽ മലയാള മനോരമ പത്രം ഇരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നിൽപ്പുണ്ട്, ശരത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പത്രത്തിന്റെ മേളിൽ നോക്കിയപ്പോൾ പത്രത്തിന്റെ മെയിൻ ഹെഡിങ്ങിന്റെ മേളിൽ സാറിങ്ങനെ എഴുതി വെച്ചില്ല, എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറാട്ടോ നീമ ടീച്ചറെ കാണുവാണെങ്കിൽ ഒന്നും തോന്നരുത്, ഞാൻ അന്നത്തെ ഒരു ഇഷ്യൂ പറയുവാണ്. അപ്പം മലയാള മനോരമയുടെ ഫ്രണ്ടിൽ സാർ എഴുതി വെച്ചേക്കാം, നീമ എന്ന് പറഞ്ഞ എൻ്റെ ടീച്ചറാണ്, എൻ്റെ സയൻസ് ടീച്ചർ. അപ്പം എഴുതി വെച്ചേക്കാം, നീമയുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണ്. സാർ എഴുതി വെച്ചാൽ അവരും എന്തോ വഴക്കുണ്ടായപ്പോൾ സാർ എഴുതി വെച്ചാൽ ശരത്തിനോട് ഞാൻ പത്രം വെക്കാൻ പറഞ്ഞു.
ഷർട്ട് പൊക്കി തന്ന് ഇങ്ങനെ ഷർട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നൈസായിട്ട് സ്കൂട്ടായിട്ട് ടീച്ചർ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ കയറും. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ ടീച്ചറെ ഇതുണ്ടോയെന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. മാത്തിക്കുട്ടി സാർ എഴുതി വെച്ചാൽ ടീച്ചറിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കല്ലാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങോട്ട് പോയി പറ, എൻ്റെ സ്ഥാനത്ത് കല്ലല്ല കരിങ്കല്ലാന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾ 6 പേരോട് ഇറക്കിയെങ്കിൽ പോയി. സാറ് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റേ കോറസ് പാടൂല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാം പോയിട്ട് സാറേ എന്ന് ചോദിച്ചു. സാറ് എന്താ എന്ന് ചോദിച്ചു. അനീമ ടീച്ചർ പറയാൻ പറഞ്ഞു ടീച്ചറിന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലല്ല കരിങ്കല്ല എന്ന് പറയാൻ പറഞ്ഞു. എല്ലാവരും കോറസ് പോലെ പാടിയിട്ട് ഞങ്ങൾ ഈ പത്രം ഇങ്ങനെ കാണിച്ചു. എന്റെ ടീച്ചർ സാറും കൂടെ അങ്ങോട്ട് വഴക്കായി. ഞങ്ങളത് കേട്ട് രസിച്ചു. അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്ന മൊമെന്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞെല്ലാം മാറ്റി പറഞ്ഞു. നല്ല പയ്യൻ, തങ്കപ്പെട്ട പയ്യൻ, നിഷ്കളങ്കൻ. ഒന്നുകൂടെ ആലോചിക്കേണ്ടതായിരുന്നു. ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഈ ദിവസം. സ്കൂൾ റൗണ്ട് എങ്ങനെ വന്നു അവരെങ്ങനെ അറിയില്ല. അപ്പൊ ആദ്യം പറഞ്ഞ ഡേറ്റ് തന്നെ ഷൂട്ടിന്റെ ദിവസം വേറെ ആയിരുന്നു. അത് പിന്നെ മാറിയാണ് ഇങ്ങനെ വന്നത്. അപ്പോ അത് ഒരു ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര കോയിൻസിഡൻസ്. അതുകൊണ്ട് ആ കഥ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. യെസ്, നമുക്ക് അനൂപിന്റെ ഫ്രണ്ട്സിനെ കാണാം. ഇത് രഞ്ജിത്ത്, ഇത് വിശാഖ്. ഞങ്ങൾ തമ്മിൽ പിന്നെ +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. +2 കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ പോളിടെക്നിക്ക് പഠിക്കാൻ പോയി. അപ്പൊ ഇവൻ വേറെ പോളിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഇവൻ പകുതി വെച്ച് നിർത്തിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും, ഇവൻ മറ്റേ പോളിൽ നിന്നും ഞാൻ ഈ പോളിൽ നിന്നും പോയിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നേഴ്സിംഗ് പഠിക്കാൻ പോയി. അങ്ങനെ നേഴ്സിംഗ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അതെ, അങ്ങനെ ഞങ്ങളുടെ ഒരു ലൈഫിൽ എൻ്റെ ഇതുവരെ എല്ലാ കാര്യത്തിനും, കല്യാണത്തിനൊക്കെ സമയത്താണെങ്കിലും ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ഇവരുണ്ടായിരുന്നു. എല്ലാ മൊമെന്റ്സിലും കൂടുന്ന കൂട്ടുകാരാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങള് 13 വർഷം ഒരുമിച്ച് എല്ലാത്തിലും ഉണ്ട്, എല്ലാ മൊമെന്റ്സിലും ഉണ്ട്. അനൂപേ, നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ പറഞ്ഞു ഈ ഒരു ദിവസം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? ഞങ്ങളെ കൂടെ പഠിച്ച ആളാണ്. നമ്മൾ പറയുന്നത് എല്ലാ കഴിവും കൂടെ ദൈവം ഒരാൾക്ക് കൊടുക്കൂല എന്ന് പറയുന്നില്ലേ. പക്ഷെ ദൈവം അങ്ങനെ എല്ലാ കഴിവും ചിലർക്ക് കൊടുക്കും. ഞങ്ങൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആള്, അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന ആള്, ഏറ്റവും നന്നായിട്ട് ഓടുന്ന ആള്, അതുപോലെ തന്നെ ഞങ്ങളുടെ സമയത്ത് സ്കൂൾ ടൈമിൽ നാടകവും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളെല്ലാം കളിക്കും. പക്ഷെ ഏറ്റവും നല്ല കമന്റ്സ് കിട്ടുന്നത് നിന്റെ അഭിനയം നന്നായിരുന്നു, നീ നല്ല ആർട്ടിസ്റ്റ് ആണ് എന്ന ഒരു കമന്റ് കിട്ടുന്ന ഒരാള്. അങ്ങനെ എല്ലാ കഴിവും കൂടെ ഉള്ള ഒരാളാണ് അർജുൻ. നവംബർ 27 അന്ന് സഖാവ് കൃഷ്ണപിള്ളദിനമാണ്. അപ്പൊ അന്ന് 27-ാം തീയതി ഞാൻ ഫുള്ള് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. വിശാഖ് ഒട്ടുമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗാനമേള എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വിശാഖും വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോയി കിടന്നു. ഒരു 2-2:30. അപ്പം ഞാൻ ഭയങ്കര ടയർഡായി. അത്രയും കിലോമീറ്റർ നടക്കണം, കാലുവേദന, തലവേദന, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു 2:30 ആയപ്പോൾ എനിക്ക് കോള് വന്നു. അർജുൻ്റെ ആൻറ്റിയാണ് എന്നെ വിളിക്കണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, ഞങ്ങളെല്ലാം വീടിൻ്റെ അടുത്താണ്. അവൻ +2 പഠിച്ച അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ, അതായത് എയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചു. എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ മൊബൈൽ എടുത്തില്ല. ഒരു 3 മണിയായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. ഈ സമയത്തൊക്കെ എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൾ എടുത്തിട്ടേ ഇല്ല. ഒരു 6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്കൊരു 10-60 മിസ് കോൾ കിടക്കുക 2 നമ്പറിലുമായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചാൽ അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. നീ പെട്ടെന്ന് വീട്ടിൽ വരെ വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു ഷർട്ടൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഞാൻ ബൈക്ക് എടുത്തിട്ട് നേരെ സിറ്റി ചെന്നപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ വേണ്ടി ഇവൻ സിറ്റിയിൽ നിൽപ്പുണ്ട് വിശാഖ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് പോകാൻ ജോലിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു നീ കയറാൻ പറഞ്ഞു. വിളിച്ചു. ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്, എന്നാ അറിയില്ല, നീ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനായിട്ട് കയറി വീട്ടിൽ ചെന്ന് എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി കോൾ വന്നിരുന്നു, അവനൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അപ്പോൾ തിരിച്ച് വിളിച്ചിട്ട് കിട്ടുന്നില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം, വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ വന്നപ്പം മറ്റേ സിസ്റ്റർ വിളിച്ച് ലീവ് പറയാൻ വേണ്ടി സിസ്റ്റർ നമ്പർ എനിക്ക് തന്നായിരുന്നു, മായസ്റ്റർ നമ്പർ. അപ്പോൾ ഞാൻ വിളിച്ച സിസ്റ്റർ പറഞ്ഞു എടാ ഇന്നലെ ഞാൻ ഡ്യൂട്ടിയിലില്ലായിരുന്നു, ഞാനിപ്പോൾ ഓൺ ദ വേ ആണ്, ഞാനൊരു അരമണിക്കൂറുള്ളിൽ ഞാൻ അവിടെ എത്തും, ബോംബെ അവിടെ എത്തും എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വിളിച്ചു നോക്കണം. വിളിച്ചു നോക്കിയപ്പം സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. ഇല്ല കുഴപ്പമൊന്നുമില്ല, അവൻ ഇന്നലെ ഓഫായിരുന്നു, അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് വരുന്ന സമയം ആകുന്നേ ഉള്ളൂ, ഓഫായിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഏട് പറഞ്ഞു അല്ല പേടിക്കാമെന്നില്ല, ചിലപ്പോൾ അത് എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് പറ്റിയതായിരിക്കും, മൊബൈൽ നഷ്ടപ്പെട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരിക്കും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു എടാ അവനൊരു ആക്സിഡന്റ് പറ്റി, സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലാണ് കിടക്കണേ,
അപ്പോൾ ഞങ്ങളുടെ MD-യും ഞങ്ങൾ സ്റ്റാഫ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവർ സിറ്റി പോയി നിൽക്കുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റുന്നത് ഏകദേശം 28-ാം തീയതി വെളുപ്പിന് ഒരു 2 മണി 2:30 ആയപ്പോൾ ടൈമിലാണ് ആക്സിഡന്റ് പറ്റുന്നത്. ഇവര് ട്രാവൽ ചെയ്ത് പോണ സമയത്ത് ഇവർ ഹൈവേ കൂടെയാണ് പോണത്. ഹൈവേ കൂടെ കയറി പോണ സമയത്ത് ഒരു ഇന്നോവ വന്നിടിച്ച് ഇവന്റെ കാലേ കൂടെ മേത്തൂടെ വണ്ടി കയറി ഇറങ്ങിപ്പോയി. അപ്പം ആ ടൈം ഏകദേശം ആ ഒരു 3-4 മണിക്കൂർ വഴി കിടന്നു. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവർ പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല, അവിടെയുള്ള ഫ്രണ്ട്സാണ്. അവർ പേടിച്ചിട്ട് അവരെങ്ങോട്ടോ പോകുമോ, ഇവനെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റില്ല. വന്നവരാരും ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. അങ്ങനെ 6 മണിക്കൂർ ഒരു ഇൻറ്റുബേഷൻ, അതായത് വെന്റിലേറ്ററിലേക്ക് ആക്കാതെയോ മെഡിസിൻ കൊടുക്കാതെയോ അവർ ആ സിറ്റി ആ ഹോസ്പിറ്റൽ അത്രേ ഉള്ളൂ. അവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അവരവിടെ കിടന്നു. അപ്പോൾ ഓൾറെഡി ഹാർട്ടും ബ്രെയിനും ഭയങ്കര വീക്കായി. അപ്പോൾ ഇവർ ചെന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇവർ നേരെ ഇൻറ്റുബേറ്റ് ചെയ്തു, സഡൻ ഇൻറ്റുബേറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് മൂത്ത അളിയനും പെങ്ങളും വന്നു. ഞാനും മൂത്ത അളിയനും കൂടിയിട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടെ പോയി, ബോംബെക്ക് പോയി. ഉച്ചയായപ്പോൾ ഞാൻ അവിടെ എത്തി. ഞാൻ ചെന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മെയിൻ ആർട്ടറി കട്ടായിട്ടുണ്ട്, അപ്പോൾ കാല് കട്ട് ചെയ്ത് ആംബ്യൂട്ട് ചെയ്ത് കളയണം, എങ്കിലാണ് നമുക്ക് ആളെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് ആളെ മതി, എങ്ങനെയായാലും നമുക്ക് ആളെ മാത്രം മതി. അപ്പം പൗളിയും പറഞ്ഞു എനിക്ക് ഒന്നും അറിയണ്ട, എനിക്ക് അവനെ കിട്ടിയാൽ മതി, ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എഴുതി നമ്മൾ ആംബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എഴുതി ഒപ്പിട്ട് കൊടുത്തു. രാത്രി കാല് ആംബ്യൂട്ട് ചെയ്തു. വീട്ടിൽ അറിയിച്ചില്ല, അവൻ്റെ അമ്മേനെയോ വേറെ ആരെയും അറിയിച്ചില്ല. ഞാനും അളിയനും മാത്രമേ ഉള്ളൂ, വേറെ ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇത് വീട്ടിൽ പറയാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ഞാൻ അളിയനോട് വേണ്ട വീട്ടിൽ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാൻ വേണ്ടി അന്ന് പിറ്റേ ദിവസം ആയപ്പം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അപ്പോളോയിലേക്ക് മാറ്റി. പിന്നെ സീനിയേഴ്സ് അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരും ഒന്ന് ബലമായിട്ടാണ് അപ്പോളോയിലേക്ക് മാറ്റുന്നത്, എന്നൊക്കെ അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അപ്പോളോയിൽ കൊണ്ടുപോയി. കുറച്ച് ദിവസം അവിടെ കിടന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിലാണ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഡയാലിസിസ് ചെയ്തു. എന്നോട് പറഞ്ഞു ഡയാലിസിസ് 1% ചാൻസ് ഉള്ളൂ, ഡയാലിസിസ് ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഡയാലിസിസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ വാല്യൂസിന് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് EPG ഒക്കെ എടുത്ത് നോക്കാം. അപ്പം വാല്യൂസിന് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നൈറ്റ് ഫുള്ള് അവനെ ഡയാലിസിസ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ഒന്ന് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഡയാലിസിസ് കഴിഞ്ഞു, ഡയാലിസിസ് സക്സസ് ആയിരുന്നു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളന്ന് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇവരെ വിളിച്ച് കാര്യം പറഞ്ഞു. ടീച്ചർമാരെ വിളിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു, സംസാരിച്ചു. അന്ന് രാത്രി, അതായത് ഡിസംബർ 4-ാം തീയതി വൈകിട്ട്, അന്നാണ് ഡയാലിസിസ് നടന്നത്. 3-ാം തീയതി രാത്രി ആണ്, 4-ാം തീയതി വെളുപ്പിനാണ് ഡയാലിസിസ് കഴിഞ്ഞത്. അന്ന് രാത്രി ഒരു 11 മണിയായപ്പം എന്നെ ചേട്ടന്മാർ വന്നിട്ട് വിളിച്ചു പറഞ്ഞു നമുക്ക് കയറി കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി കണ്ടു. അപ്പം നേരെ കയറുന്നു, അവനെ നോക്കി, ഇങ്ങനെ എല്ലാം നോക്കി നിന്നു. ചേട്ടന്മാർ ഇവിടെയും 2 സൈഡിലായിട്ട് ചേട്ടന്മാർ നിൽപ്പുണ്ട്. കണ്ടു, ഇങ്ങനെ നിന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുമല്ലോ. അപ്പം ഞാനങ്ങനെ അപ്പോഴാണ് മോണിറ്ററിലേക്ക് നോക്കണേ. മോണിറ്റർ നോക്കിയപ്പോൾ BP ഡൗൺ ആയി, ഹാർട്ട് റേറ്റ് ഡൗൺ ആയി, സാച്ചുറേഷൻ ഡൗൺ ആയി. അപ്പം ചേട്ടന്മാർ നോക്കിയപ്പോൾ ചേട്ടന്മാർ മിണ്ടിയൊന്നുമില്ല, എന്നോട് പറഞ്ഞു തല കുനിക്കി, ഭയങ്കര ഡൗൺ ആയി. അപ്പം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളായിട്ട് അവരെ വിടണ്ട, വെന്റിലേറ്റർ ഇപ്പോൾ ഓഫ് ചെയ്താൽ ആൾ പോകും, അപ്പം നമ്മളായിട്ട് അവരെ വിടണ്ട. അപ്പം അവൻ പോകുമ്പോൾ കോട്ടയത്ത് പറഞ്ഞു. അങ്ങനെ ഒരു 11:50 ആയപ്പോൾ പുള്ളി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എംബാമൊക്കെ ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിലൊക്കെ വന്ന് ഫ്ലൈറ്റ് ഡിലേ ആണ്, 5 മണിക്കൂർ അവിടെ ഇരുന്ന് ലേറ്റ് ആയിട്ടാണ് കൊച്ചിയിലെത്തിയത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ വീട്ടിലെ അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ കാല് പോയെന്നറിയില്ല. അപ്പം ഞങ്ങളിത് അറിയാതിരിക്കാൻ വേണ്ടി ഫുള്ള് പൂവും എല്ലാം വെച്ച് ഫുള്ളിന് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താണ് ഞങ്ങൾ കൊണ്ടുപോകണത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് അപ്പം മമ്മിക്കറിയാം ഞാനാണ് നിർബന്ധിച്ച് ലാസ്റ്റ് വീട്ടിലേക്ക് വിടുന്നത് അറിയാം. മമ്മി ഭയങ്കര കരച്ചിലൊക്കെയാണ്. എന്നെ നോക്കി പിടിക്കണ സമയത്ത് ഈ കൈ ഇങ്ങനെ താന്നു പോകുന്നുണ്ട്, മമ്മിയുടെ കാലില്ലല്ലോ. ആ സമയത്ത് ഞാൻ ഓർക്കണേ മറ്റേ പറഞ്ഞിട്ടില്ല, മനസ്സിലായ ആ സമയത്ത് മറ്റേ ഭൂമിയൊക്കെ പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നൊരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി സ്വസ്ഥമായി പോയി.
എനിക്കൊന്നും അങ്ങനെ വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതിൽ നടക്കാതെ ഒരു സ്വപ്നമേ ഉള്ളൂ. അതെന്തെങ്കിലും ഒരു പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയ അത് ചെയ്യണമെന്ന് ബാക്കി വെച്ച കാര്യം അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അതിനൊരു അവസരം എന്താ പറയുക ഈശ്വരൻ തരുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില വാക്കുകൾ അറിയാൻ പറ്റിപ്പോകും. തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. അപ്പം എന്നെ വിളിക്കുമ്പോഴും ഞാൻ അവനെ വിളിക്കുമ്പോഴും ഹലോ എന്ന് വെക്കാറൊന്നുമില്ല. ശബ്ദം കേൾക്കും, ചോദിക്കും എന്താണെന്ന് അറിയിച്ച് ചത്തില്ലേന്ന് ചോദിക്കും. അപ്പം എന്നോടും ചോദിക്കും, ഞാൻ തിരിച്ചും ചോദിക്കും. അത് ഞാൻ പറഞ്ഞ വാക്ക് അറിയാൻ പറ്റിപ്പോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയാം ബോംബെയിൽ എത്രയോ വണ്ടി പോകുന്നു, ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയി. ഒരു പക്ഷേ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് പുള്ളിക്കാരി സിസ്റ്ററെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ ആ ടൈം, അതായത് അവനാ മിസ്സായ ഒരു 6 മണിക്കൂർ വഴി കിടന്ന 6 മണിക്കൂർ ഓളം ആ ടൈം എനിക്ക് എന്താ പറഞ്ഞ അറിയില്ല, അതങ്ങനെ സംഭവിച്ചു പോയി. അത് സാറിന് ഞാൻ ഏതുറക്കത്തിലും കോൾ എടുക്കും. വിളിച്ചു കഴിഞ്ഞാൽ എന്താവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണ്. അന്നൊരു ദിവസം ഞാൻ പോയില്ല, ആ ഒരു കാര്യം ചെയ്തില്ല, പറഞ്ഞ വാക്ക് പറയാൻ പറ്റിപ്പോയി. ആ സ്പേസ് ഒന്നുമില്ല. ഇപ്പോൾ എന്താ പറയണേ, എന്തെങ്കിലും ചോദിക്കുകയാണ് ലൈഫിൽ എന്ത് വേണമെന്ന്, ലൈഫിൽ വന്ന് മുമ്പിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആ ഒരു കാലവും ആ ഒരു കൂട്ടുകാരനെയും തിരിച്ചു മതി എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അങ്ങനെയാണ് മോന് ഞാൻ ആ പേരിടുന്നത്. അവന്റെ പേരാണ് മോനിട്ടത്, അർജുൻ. വീട്ടുകാർക്കൊന്നും ഈ കാര്യം അറിയില്ല. അപ്പൊ മോന് പേരിട്ടപ്പം തന്നെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഒരു പേരിടുന്നത്, അവർക്കറിയില്ല, എന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കാണ് മോന് ആ പേരിടുന്നത്. അത് അത്ര ഈസി ആയിട്ട് ആരും ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അതിപ്പോ ഇങ്ങനെ ഈ ഒരു ദിവസം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇത് കാണുന്ന ദിവസം പുള്ളി പോയ ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഇങ്ങനത്തെ ഒരു നഷ്ടം. ഒരു പ്രിയപ്പെട്ട ഒരാൾ, അത് കൂട്ടുകാരനാകാം, സഹോദരനാകാം, വളരെ ഒരുപാട് പേര് അങ്ങനെ എല്ലാവർക്കും ഒരു നഷ്ടം, ഒരുപാട് നഷ്ടങ്ങളുള്ളവരും ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ഈ സൗഹൃദമാണ് അല്ലേ? നമ്മൾ ഈ സൗഹൃദം അപ്പൊ കൂടെ വന്ന 2 സുഹൃത്തുക്കളും അവര് സംസാരിച്ചില്ല. പറയൂ, നമ്മൾ വന്നപ്പോഴേ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താ നിങ്ങളോട് ചോദിക്കണേന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും പറയൂ. ശരിക്കും പറയുവാണെങ്കിൽ അത് ഷെയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. മനസ്സിലായി. അനൂപ് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ പറയണം. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും വലുതായിരുന്നു. ഒരു യൂണിറ്റി, ഒരു റീയൂണിയൻ എന്താന്നുള്ളത് കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും അവനായിരുന്നു. അപ്പൊ ഒരുപാട് സൗഹൃദങ്ങളുടെ കൂട്ടായ്മകൾക്ക് ഇതുപോലെയുള്ള നഷ്ടങ്ങളുടെയും ഒരുപാട് നേട്ടങ്ങളുടെയും ഒക്കെ കഥ പറയാനുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെയും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, അവരൊക്കെ അവരുടെ ഓർമ്മകളിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റ് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനൊന്നും അത്ര എളുപ്പമായിട്ടുള്ള ഒരു മൊമെന്റ് അല്ല. ഈ ഓർമ്മകളിൽ കൂടെ ഒരിക്കൽ കൂടെ പോകണമല്ലോ നമ്മളിതൊക്കെ പറയുമ്പോൾ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു എല്ലാവരും കൂടെ ചേർന്നപ്പോൾ അനുഭവം ഷെയർ ചെയ്തു. അപ്പോൾ ആ ഒരു കൂട്ടുകാരനെ നമുക്ക് ഈ വേദിയിൽ നമ്മളെല്ലാവരും ഓർക്കുന്നു. ആൾക്ക് വേണ്ടി, ആളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആൻഡ് നമുക്ക് തൽക്കാലം ഫ്രണ്ട്സിനോട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാം. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സീറ്റിലേക്ക് ഇരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ടാസ്കും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള നമ്മുടെ എതിരാളികൾ ആരാണ് എന്നുള്ള, എതിരാളി അല്ല എന്നാലും നമുക്ക് വിളിക്കാം, എതിരാളികളെ നമുക്ക് വിളിക്കാം. ജോബി ചേട്ടൻ ആൻഡ് സൂസൻ ചേച്ചി. ജോണി ചേട്ടാ, ഈ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് സൂസൻ ചേച്ചിയുടെ? ഒന്നും പറയാനില്ല. അല്ല, ഞാനാലോചിക്കായിരുന്നേ നമുക്ക് ഇങ്ങനൊക്കെ ഒരു വേഷം ധരിക്കും, ഇങ്ങനൊരു അവസരം കിട്ടിയതുകൊണ്ടല്ലേ ഇതൊക്കെ പറ്റിച്ചേ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തോന്നും ദൈവം ഇങ്ങനൊക്കെ ഒരു വേഷം ഇടും, വക്കീലിന്റെ വേഷം ഇടുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരു വക്കീലാകാൻ പറ്റുമായിരുന്നു. സിനിമ വന്നോണ്ടല്ലേ, അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോണ്ടല്ലേ, വലിയ ഭാഗ്യ. ജോബി ചേട്ടാ, ജോബി ചേട്ടൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടോ സ്കൂൾ യൂണിഫോം? അല്ല, സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ അഭിനയിക്കാൻ വേണ്ടി? ഇല്ല, അങ്ങനെ ഇട്ടിട്ടുണ്ടോ? പക്ഷെ പാവം എന്റെ സ്കൂളിലെ യൂണിഫോം ആണിത്. ശരിക്കും ഇതായിരുന്നോ സ്കൂൾ യൂണിഫോം? ഇതായിരുന്നോന്ന് ചോദിച്ചാൽ ടൈ എന്റെ കാലത്ത് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പറയാ വേണ്ട. പാവം ഒരു പാവപ്പെട്ട സ്കൂള്. ഞങ്ങളുടെ പാവം സ്കൂളിന്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ കാക്കി നിക്കറായിരുന്നു. ഞാൻ കാക്കിയാണ് പറഞ്ഞത്, അതിനെ പോളിഷ് ചെയ്ത് ഈ ലൈനിലാക്കി. അപ്പൊ ഇത് നീല തന്നെയായിരുന്നു. ഇന്ത്യയൊന്നും ഇല്ല, ഇങ്ങനെ ഇതൊക്കെ വാരി ഉടുക്കുകയാണ്. ഇങ്ങനെ
ഇതൊന്നും പെട്ടെന്നൊന്നും കാണില്ല. പിന്നൊക്കെ കുത്തി വെച്ചിട്ടല്ലേ? പിന്നെ അന്ന് പിന്നുമില്ല, പിന്നല്ലേ ഷോ ഇതടുത്ത് ശ്വാസം വിട്ട അപ്പൊ താഴെ ഭയങ്കര രസമുണ്ട് കേട്ടാ. ഈ പോക്കറ്റിലില്ലേ ഒരുത്തം പഠിച്ചോണ്ടിരിക്കുകയാണ്, കൂടെ കൂടെ സാർ നോക്കും, കൂടെ തിരിപ്പം സമ്മതം പുട്ട് പുട്ട് ക്ലാസ്സിലെ പുട്ടെടുത്തോണ്ട് വന്ന് ഒരു ദിവസം നോക്കിയപ്പോ ഇത് വഴി ഇങ്ങനെ ഒഴുകുന്നു. ഒഴുക്കട്ട പാവ, അങ്ങനെ പാവപ്പെട്ട സ്കൂളായിരുന്നു. പക്ഷെ എനിക്ക് അന്നിത് ഈ യൂണിഫോം ഇഷ്ടമേ അല്ല. ഇപ്പൊ കാണുമ്പോ അതൊരു ഭയങ്കര ഞാൻ നീലയും വെള്ളയായിരുന്നു നമുക്ക്. അത് ഈ പറഞ്ഞ പോലെ കുണ്ടി കീറിയതൊക്കെയാ. കഴിയുമ്പോ അങ്ങനെ ആവുമല്ലോ. ഇപ്പൊ പിള്ളേർ നല്ല നീറ്റായിട്ട് സ്റ്റൈ ഒക്കെ ഇട്ട് പോകുമ്പോ നമ്മള് കൊതി തോന്നും. ഞാനും ഈ പറയുന്ന മക്കളോട് വൈഫിനോട് പറയായിരുന്നു പിള്ളേർ നല്ല തേച്ച് നല്ല വൃത്തിയായിട്ട് വിടണമെന്ന് പറയാം. കാരണം നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷർട്ട് തന്നെ അലക്കി തേച്ച് അത് പിന്നെ ഇട്ടുകൊണ്ട് തേപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന കെട്ടുവെപ്പ് ഞാൻ ഓർക്കുന്നുണ്ട്. ശ്വാസം വിട്ടാ അപ്പൊ പോവും. അതെ. സൂസ്നേച്ചിയുടെ സ്കൂൾ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ആദ്യം എന്നെ അമ്മേരെ ഞങ്ങളുടെ തമിഴ്നാട്ടിലാണല്ലോ, അവിടുത്തെ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോ എനിക്ക് തമിഴൊന്നും അറിയില്ല. അപ്പോഴൊന്നും അറിയാമോ, അവര് തമിഴിൽ ആ എഴുതാൻ പറയുമ്പോ എനിക്കൊരിക്കലും എഴുതാൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ കരച്ചില്. അമ്മ എന്നും രാവിലെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ടേ പോകുള്ളൂ എന്റെ കരച്ചില് കാരണം. ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എനിക്കിനി ഇവിടെ ഇരിക്കാൻ, സ്കൂളിൽ ഇരിക്കാൻ പറ്റില്ല, നീ മാമനെ വിളിച്ച് നീ മാമന്റെ അടുത്ത് പോയി നിന്ന് പഠിക്കാനാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ ഉരുട്ടുകാരെ സ്കൂളിൽ കൊണ്ടുപോയി എന്നെ ചേർത്തത്. സൂസൻ ചേച്ചി, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ കുറെ റൈംസ് ഒക്കെ പഠിച്ചു കാണത്തില്ലേ? അതെ അതെ അതെ. അതിലേതെങ്കിലും റൈംസ് ഓർമ്മയുണ്ടോ? ഉണ്ട്. എനിക്ക് കുറച്ച് പാട്ടുകളൊക്കെ അറിയാം. റാഗി പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽത്തിര കണ്ടു കപ്പൽ കണ്ടു. അതുപോലെ ഒരു ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആക്ഷൻ സോങ്ങോ? കമോൺ കമോൺ, ഇറക്ക് ആക്ഷൻ സോങ് ഇറക്ക്. പ്രാവേ പ്രാവേ പോകരുതേ, വാവ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ, വാനം നോക്കി സഞ്ചാരം. ഇതിപ്പോഴും ഓർമ്മിരിക്കുന്നുണ്ടല്ലോ. അത് കറക്റ്റ് ആക്ഷൻ ഒക്കെ. വാനം നോക്കി സഞ്ചാരം. അത് സൂസൻ ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരോ? ഞങ്ങൾ എല്ലാവരും ഇരുന്നോടന്ന് കാണിക്കാം. ആക്ഷൻ. സൂസൻ ചേച്ചി ആക്ഷൻ കാണിച്ചോ, ഞങ്ങൾ കൂടെ ചെയ്യാം. എല്ലാരും ചെയ്യണം കേട്ടോ. കമോൺ എവരിബഡി, കമോൺ. പ്രാവേ പ്രാവേ പോകരുതേ, വാവ കൂട്ടിനകത്താക്കാം, മുദ്ര ശ്രദ്ധിക്കണം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ, മാനം നോക്കി സഞ്ചാരം. അടിപൊളി അടിപൊളി. അതുപോലെ എനിക്ക് ഇല്ല, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കേ, ഞാൻ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത സ്കൂൾ കാലഘട്ടം ഇനി എന്റെ ജീവിതത്തിൽ വരുമോന്ന്. ONV കുറുപ്പ് സാറിന്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോടിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അത് ലാസ്റ്റിൽ പറയുന്നുണ്ട്, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ ഈ മോഹങ്ങളൊക്കെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ സി കേരള ചാനലിലൂടെ ഞാനും ഒരു കൊച്ചുകുട്ടിയായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് വന്നില്ലേ, ഒരിക്കലെങ്കിലും ഞാൻ ആ പാട്ടിന് ഇത്ര പ്രസക്തി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ സൂസൻ ചേച്ചി, സി കേരളം ചേച്ചി അങ്ങോട്ട് മാറ്റി. അതാണ് ആദ്യം ഇവിടെ വന്നു നിന്ന സൂസൻ ചേച്ചി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ജോബി ഔട്ട്. 5ാമത്തെ ദിവസം വേറെ ലെവലായി പോയി. പക്ഷെ സൂസൻ ചേച്ചി അവസാനം പാടിയ വരിയുണ്ടല്ലോ, വെറുതെ ഈ മോഹങ്ങൾ, ശരിക്കും അത് അങ്ങോട്ട് കൊണ്ടുപോട്ടോ. സത്യത്തില് നമ്മളെ അല്ലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഈ മോഹങ്ങളൊക്കെ വെറുതെ, ഇതൊന്നും നടക്കില്ല നമുക്കറിയാം, പക്ഷെ എന്നാലും വെറുതെ മോഹിക്കാനൊരു മോഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറുതെ മോഹിക്കാൻ മോഹം എന്ന് പറഞ്ഞാലും എനിക്ക് ആ മോഹം എന്നും പൂവണിയുന്നുണ്ട്. കാരണം ഞാൻ വീട്ടില് ഈ ഡോറ് തുറന്ന് കാഴ്ച കാണുന്നത് എന്റെ 1ാം ക്ലാസ് റൂമാണ്.
ആണോ? സ്കൂളിനടുത്താണോ വീട്? ഒരു മതില് ആണോ? മതില് അതിന്റെ അപ്പുറത്താണ് 1ാം ക്ലാസ് തുറന്നിട്ടുണ്ട്. ഇവിടെ ഡോറ് തുറന്ന് നോക്കുമ്പോ ഞാൻ പഠിച്ച ഇരിപ്പിടമൊക്കെ. ഓ അടിപൊളി. അതുകൊണ്ട് ഈ മതിലിതായ കൊണ്ട് ഫ്രണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും മതിലടത്തി ആടി തിരിച്ച് മതിലടത്തി ആടി. ശോഭി ചേട്ടന് ഓർമ്മയുണ്ടോ ആ പഴയ പഠിച്ച റൈംസോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ എന്തെല്ലാം ഓർമ്മയുണ്ട്. ഒറ്റ ഒന്ന് പറയോ? പറഞ്ഞേ. പ്രാർത്ഥന തൊട്ട് പറയാം. തൂമ തൂകുന്ന തൂമരങ്ങൾ തോളും തോളും ഒരുമ്മി നിന്നു, കണ്ണു കളിക്കുന്ന പൂവള്ളികൾ മെല്ലെ തൂമണം വീശി നിന്നു. ചെറുശേരനാണ് ഞാൻ പഠിച്ചോണ്ട് വന്നതല്ല. എനിക്ക് ഏത് പദ്യം ചോദിച്ചാലും പറയും. ആണോ? നിങ്ങൾ ആ സമയത്ത് പഠിച്ച പദ്യം നമുക്കറിയത്തില്ലല്ലോ. പാടം 2 പശു. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. അന്ന് പാല് കിട്ടിയിട്ട് ഒരു കഞ്ഞിവെള്ളം പോലും നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളത് സത്യം. അന്നത്തെ കാലമല്ലേ. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനോളം വലുതാവണം, അതാണ് അമ്മക്ക് ഇഷ്ടം. ആ അച്ഛന്റെ 20 ഇത്ര പോലും ഞാനായില്ല. അച്ഛന്റെ പ്രശസ്തിയുടെ 7-20 മുളന്നിട്ടില്ല കേട്ടോ. അത്ര സേവനം ചെയ്തൊരു കക്ഷിയായിരുന്നു. പിന്നെ അതല്ല ഇഷ്ടം പോലെ നമ്മുടെ കാട്ടുതീയിൽപ്പെട്ട കുടുംബം പെടാം. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നപ്പോ അവക്കും അറിയാന്ന് പറഞ്ഞു. അത് ഞാൻ പഠിച്ചത് തന്നെ. പെട്ടിതു അഗ്നിദേവൻ കരഞ്ഞു തുടങ്ങിനാൽ ജനിതാനുമപ്പോൾ നിഷ്കൃതനായ പിതാവിനെ ഉപേക്ഷിച്ചാൽ തുട്ടിക്കുമാറായി ഞാൻ പൈതങ്ങളിവരോട് പറക്കും വന്നിതു ബാലന്മാർക്കു നിരക്കെ പിടിപ്പെട്ടു വനത്തിൽ അഗ്നിതാനും. നല്ല രസമുള്ള അല്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ജോണി ചേട്ടൻ ഏത് കാലഘട്ടത്തിലെ മനുഷ്യനായിരുന്നു? നമ്മളിവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ല കാണുകയല്ല. കാരണം ദേവൻ ചേട്ടൻ പിന്നെ 3ാം ക്ലാസ്സിൽ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. 3ാം ക്ലാസ് വരെ സ്കൂളിൽ അല്ല, ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നതോടെ ആ സിലബസ് മാറിയിട്ട് വലിയ വരുന്നതാണ്. ആ ഭാഗ്യത്തിന് അവിടെ ജയിച്ചല്ലേ പിന്നെ ഞാൻ ജയിക്കുകയല്ല. 86-ലാണ് പുസ്തകം മാറി പാള പോലുള്ള പുസ്തകം വരുന്നത്. മറ്റേത് ഇത്ര പുസ്തകമുള്ളത്. വർഷം കിട്ടി മോളെ. 86 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണ്. നമ്മള് ജനിച്ച് 2 വയസ്സായിട്ടേ ഉള്ളൂ. ഈ പറക്കുന്നറിയ പോലെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ സ്കൂൾ മെമ്മറീസ് ഷെയർ ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു ഗെയിമും കൂടി ഉണ്ട്. അതിനും കൂടെയുള്ള സമയം വേണം. അപ്പൊ അനൂപൻ, ദർശന, നിങ്ങൾക്ക് പറ്റിയ എതിരാളികളാണ് ഇവര്. നോക്കൂ. തീർച്ചയായിട്ടും. ഓക്കെ അല്ലേ? പിന്നെ പോരെ പിള്ളേര്. അതെ, നിങ്ങൾക്ക് കുറച്ച് ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരമാണ് തരുന്നത്. ഓലയുണ്ട്, കടലാസുണ്ട്. കടലാസ് കൊണ്ട് പലതും ഉണ്ടാക്കിയിട്ടുണ്ടാക്കില്ലോ. റോക്കറ്റെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അപ്പൊ ഓലയും കടലാസുമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര സാധനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ സന്തോഷിക്കുക. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇവർക്ക് കുറെ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് തന്നെ കൊതിയാവും. അയ്യോ, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ അറിയാവുന്ന. ഓലയുണ്ട്, പ്ലാവലുണ്ട്, ഇതിന് വെള്ളക്കാന്നല്ലേ പറയാ. വെള്ളക്ക ഓരോ സ്ഥലത്ത് ഓരോ പേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പയുടെ ഇല കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറന്നുപോയി കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു, പകുതി ഓർമ്മയില്ല. പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂ. രണ്ടുപേർക്കും ഏകദേശം ഒരേ സാധനങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കത്രിക, കട്ട് ചെയ്യാനുള്ള സാധനങ്ങള്, ഗമ്മൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര മാക്സിമം സാധനങ്ങൾ ഉണ്ടാക്കുക. അത് കാണുമ്പോൾ അത് എന്തെങ്കിലും ഞങ്ങൾക്ക് കൂടെ തോന്നണം. ആ തരത്തിലുള്ള എന്തെങ്കിലും ടോയ്സ് ഉണ്ടാക്കുക. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. 10 മിനിറ്റ് ഉണ്ട് സമയം. പറ്റണതൊക്കെ ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കാൻ അറിയോ? ഒന്നും അറിയില്ല. എന്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനൊന്നും ഓല ഉണ്ടായിരുന്നില്ല തന്നെ. ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞ. ആ കുട്ടിക്ക് ഇന്നലെ ജനിച്ചല്ലേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ താമസിച്ചത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അച്ഛന്റെ വീട്ടിൽ വളരെ കുറച്ചാണ് ഞാൻ നിന്നത്. എനിക്കൊരു 4 വയസ്സായപ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഒന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവസരം കിട്ടിയില്ല. അനൂപേ, നിനക്ക് ആകെ അറിയാവുന്ന റോക്കറ്റ് അല്ലേ? കേട്ടോ. എടാ, പ്ലെയിൻ പറ്റുമല്ലോ. പ്ലെയിൻ, റോക്കറ്റും പ്ലെയിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബോട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ.
ബോള് സൂസൻ ചേച്ചി ബോൾ ഉണ്ടാക്കി കേട്ടാ. അടിപൊളി. കത്രികയൊക്കെ തന്നിരിക്കുന്നേ. നോക്കട്ടാ അനുപേ നോക്കട്ടെ. സൂസൻ ചേച്ചി കാണിക്കണേ. ചേച്ചി ചേച്ചി അടിപൊളി അടിപൊളി. സൂപ്പർ. എടാ അനുപേ ഒരു റോക്കറ്റ് ഉണ്ടാക്കട്ടാ. റോക്കറ്റ്. ഈ റോക്കറ്റ് ഉണ്ടാക്കി വിടല്ലേ ക്ലാസ്സിലിരിക്കുമ്പോ അങ്ങോട്ടും ഒരു ഒരെണ്ണം തരും, ഒന്ന് വിടാനാ പ്ലീസ്. ഒരെണ്ണം ഉണ്ടാക്കിത്താ. അശ്വതി അവിടെ വെറുതെ ഇരിക്കല്ലേ. വേണ്ട പ്ലീസ്. വേണ്ട. വേണ്ടാത്തോണ്ടാണ്. വേണ്ടാത്തോണ്ടാ. ജോൺ ചേട്ടന് ഓർമ്മയുണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള? തീർച്ചയായിട്ടും. ഇപ്പം സൂസൻ ഉണ്ടാക്കുന്ന ബോള് അതുകൊണ്ടായിരുന്നു പണ്ട് ഏറുപന്ത് കളിക്കുന്നത്. ഏറുപന്ത് കളിക്കുന്നത് ശരിയാ. പക്ഷെ അശ്വതി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇത് സ്കൂളിനേക്കാൾ നമ്മുടെ നാട്ടുമ്പുറത്തെ കൂട്ടുകാരുമായിട്ടാണ് ഇങ്ങനെയുള്ള കളികൾ കൂടുതൽ. അല്ല കേട്ടോ, ചിലർക്ക് ഇത് ഭയങ്കര മിടുക്കന്മാരാ. ഈ നമ്മുടെ ടയറൊക്കെ വെച്ചിട്ട് വണ്ടി തിരികെയൊക്കെ ചെയ്യും. ചെരുപ്പിന്റെ ഇത് വെട്ടിയിട്ട്. എനിക്ക് ആ വണ്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓടിച്ചോണ്ട് പോകണം. അതിലിങ്ങനെ റൗണ്ടിൽ ഒരു കറക്കി ഓടിച്ചോണ്ട് പോകുന്നത്, ഇങ്ങനെ പിടിച്ചിട്ട് ഓടിച്ചോണ്ട് പോകുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് മൂത്ത പെങ്ങളുടെ കല്യാണം. അപ്പൊ എന്നെ മനസ്സമ്മതത്തിന് കാണുന്നില്ല എന്നെ പയ്യനെ. അപ്പൊ ഞാൻ എന്റെ വണ്ടി ഇറക്കാൻ പോയേക്കുക. കൂട്ടുകാരന്റെ വീട്ടിലാ വണ്ടി, പുതിയ വണ്ടി വന്ന് ഇറങ്ങി. അപ്പൊ അവൻ പെങ്ങള് പറഞ്ഞു, അല്ലേ പെങ്ങള്, അവൻ വണ്ടി ഇറക്കാൻ പോയേക്കുക. അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. ജോണി ചേട്ടൻ പണ്ട് ഇതുപോലുള്ള എന്തൊക്കെ കളികൾ കളിച്ചോണ്ട് മറ്റേ ഈർക്കില് കളിച്ചിട്ടുണ്ടോ? ജോണി ചേട്ടാ കുട്ടിയും കോലും. അതെ, കമ്പില്ലാത്തോണ്ട് ഓല വെച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ കുട്ടിയും കോലിൽ എണ്ണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചാത്തി, മുറി, നാലി, ഐറ്റി, ചേക്കുട്ട, ചാത്തി, ഉമർകുട്ടി, ആറങ്ക, ഐറ്റി ആറങ്ക, പണം 1 ചേക്കുട്ട, ചാത്തി. പിന്നെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലേ ഈ കളികൾ? ഇങ്ങനത്തെ കൊത്തങ്കല്ല്, പിന്നെ കൊല നാരങ്ങ, അങ്ങനല്ലേ? അല്ല നമുക്ക് നിത്യയുടെ കൊല മുന്തിരിങ്ങ അതൊന്ന് കളിച്ചാലോ? നിത്യയുടെ കൊല മുന്തിരിങ്ങ അല്ല, അശ്വതി ആള് വായ തുറക്കണ്ട. നിരുത്സാഹപ്പെടുത്തല്ലേ പാവം ദേവൻ. ദേവൻ ഡിപ്രഷൻ വരും പാവം അല്ലേ? ദേവനെ പിടിക്കുക ദേവട്ടാ. ആർക്കും ആ ഗെയിം മനസ്സിലായില്ല, അതുകൊണ്ട് എടുത്തു ചോദിച്ചു. കൊല മുന്തിരി. ഓക്കെ, ടൈം ഓഫ്. നിർത്തിക്കോ. എവിടാണോ നിൽക്കുന്നത് അവിടെ നിർത്തിക്കോ. അപ്പൊ നമുക്ക് ഇവരുടെ കലാവിരുദ്ധകൾ എന്തൊക്കെയാണെന്ന് കാണാം. ജോബി ചേട്ടാ എന്തൊക്കെയാ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞേ. സമയം എന്താണെന്ന് അറിയണോ? വാച്ച്, മോതിരം, 2 സാധനമായിട്ടാ. ചേച്ചിയുടെ കഴുത്തേ കിടക്കണ മാല, കപ്പ്, ഇതുപോലെ കഞ്ഞി കുടിക്കാനായിട്ട് ഉണ്ടാക്കുന്ന, കഞ്ഞി കുടിക്കാൻ കുമ്പിള്, പ്ലാവിലെ കുമ്പിളിൽ കഞ്ഞി, കുണുക്ക്, കപ്പല്, പോക്കറ്റ്, നമ്മുടെ പോക്കറ്റ്, പറയാമോ? ഇത് ടങ് ക്ലീനർ. അറിയാമോ? ബോള്. അതെന്താ? ഇത് ചെവിത്തോണ്ടി. അതെന്താ ചെവിട്ട് കുത്താതെ അവിടെ വെക്കുന്നത്? ഇത് ബോള്. സമയത്തിനുള്ളില്ലേ ഇത്ര ഉണ്ടാക്കിയല്ലോ. 10. ആ ട്രോഫി എടുത്തുണ്ടോ അവർക്ക് കൊടുക്കാൻ? ഇവരെന്താ ഉണ്ടാക്കിയിരിക്കണേ? ഇത് മറ്റേ ഈ നമ്മള് ഉരുട്ടുന്ന ഈർക്കിൽ ഉരുട്ടിക്കൊണ്ട് പോണ വണ്ടി. ഇവരെ ഈ ഓന്തിനെ പിടിച്ച ശീലമുള്ളതുകൊണ്ട് അത് കറക്റ്റാ. 1 പിന്നെ ഈ മാല ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പത്തണ്ട് കൊണ്ടുള്ള മാല, പ്ലാവിലെ തൊപ്പി, 3 പാമ്പ്, 4 വാച്ച്, 5 ബോട്ട്, 6 7 കാറ്റാടി മരം. അയ്യോ, എന്തായാലും 10 അല്ലേ? 10 അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കഞ്ഞി കുടിക്കാനുള്ള കുമ്പിള് തൊട്ട് ടങ് ക്ലീനർ വരെ അതിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് ചേച്ചി ചെവിത്തോണ്ടിയാണ് അതിലെ ഈ ടങ് ക്ലീനർ ഉണ്ടാക്കി എന്നുള്ളതേ അന്നേരം പെട്ടെന്ന് ഒരു ഐഡിയ വന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. നമ്മൾ ചിന്തിച്ചില്ലല്ലോ. ഈ മരിച്ചിനി മാല ഇല്ലേ, ഇത് അവർക്ക് അന്നുണ്ട് ഒരു മാലയുണ്ടല്ലോ. എന്ത് മാല? ഡയമണ്ടിന്റെ മാല. അതിനേക്കാളും വിലയുള്ളതാണ്. ഓർമ്മകളുടെ ആ ഒരു പഴയ. അതെ. ജോയിച്ചേട്ടാ എല്ലാം സൂസൻ ചേച്ചിയുടെ ഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ ഈ വാശിയേറിയ നൊസ്റ്റാൾജിയ ഉള്ള ടോയ്സ് ഉണ്ടാക്കൽ മത്സരത്തിൽ നമ്മുടെ ജോബി ചേട്ടനും സൂസൻ ചേച്ചിയും വിന്നേഴ്സ് ആയിരിക്കാണ്. ഇതാ നിങ്ങൾക്കുള്ള ഉപഹാരം.
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ആ ട്രോഫിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് കാര്യം പറയാനുണ്ടോ? ഗുഡ് ഗേൾ, ഗുഡ് ബോയ്. നമ്മുടെ സ്കൂൾ ടൈം നൊസ്റ്റാൾജിയ അയവർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ് വിജയ് and ശ്രുതി. ഇതൊക്കെ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് എന്തുവാണ് ഇത്? ഇത് ഏത് സ്കൂളിലെ യൂണിഫോം? സ്കൂളിലല്ല, സ്വർണ്ണഖനിയില്ലേ. അത് ബാൻഡ് സെറ്റ്. നമ്മളെല്ലാരും നമ്മുടെ ജീവിതകാലത്തിൽ 1, 2, 3 സ്കൂളിലൊക്കെ പഠിക്കത്തില്ലേ? അപ്പൊ നമ്മൾ ഒരിടത്ത് മാത്രം യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാൽ നമ്മുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ ആ സ്കൂളിലെ അധികൃതർക്ക് ഒരു വിഷമം ഉണ്ടാവും. നമ്മൾ ആ സ്കൂളിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തല്ലോ. അതെ അവർക്ക് വിഷമം ഉണ്ടാവും. ഇവരിവിടെ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിച്ച സ്കൂളുകളുടെ എല്ലാം ഓരോ സാമ്പിൾ യൂണിഫോമിന്റെ ഓരോ സാമ്പിളുകൾ എന്റെ യൂണിഫോമിൽ വന്നോട്ടേ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 8 സ്കൂളോളം 5ാം ക്ലാസ് വരെ പഠിക്കാനാണ്. KG തൊട്ട് 12th വരെ ഒരു സിറ്റിക്കകത്ത് ഒരു 8 സ്കൂളിൽ പഠിച്ചു. അതൊരു തെറ്റാണ്. അതായത് ഉപരിപഠനാർത്ഥമാണ്. ഇപ്പൊ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം കുറച്ച് ദിവസം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ സ്കൂളും ആ ക്യാമ്പസും ഞാൻ എളുപ്പം ഗ്രാസ്പ് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ഇൻട്രസ്റ്റ് പോകുമ്പോഴത്തേക്ക് എന്നെ ആ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് പഠിക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ അവിടെ പോയി പഠിക്കും. അങ്ങനെ പിന്നെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് ഞാൻ 12 വരെ എത്തി. അത്രയും ഉണ്ടാവും. അപ്പൊ എന്താണ് സ്കൂൾ ഓർമ്മകൾ അങ്ങനെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അസംബ്ലി കട്ട് ചെയ്യാനൊക്കെ നേരത്തെ നമ്മൾ ഈ സ്കൂളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഒരു ഡോർ വഴി കയറി അതിന്റെ അവിടെയൊക്കെ പോയിരിക്കാം. അപ്പൊ അസംബ്ലി കട്ട് ചെയ്ത് പിന്നെ ക്ലാസ്സിൽ പിന്നെ ഇറങ്ങിയാൽ മതി. പക്ഷെ ഇതാരോ കൂടെ ഉള്ള ഒരു ടിപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളെ ഒരു സാറ് പിടിക്കാൻ വന്നു. നമ്മൾ കയറി ഒളിച്ചിരിക്കുമ്പോൾ സാറപ്പം കയറി വന്നപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ ഈ ടാങ്കിന്റെ അടി കൂടെ സാറിന്റെ വെള്ള പാന്റ് കണ്ടു. നമ്മൾ കറങ്ങി വന്ന് പുറത്തൂടെ വന്ന് നമ്മൾ ഡോറ് പൂട്ടിയിട്ട് നമ്മളെ പോയി. സാർ അവിടെ ഒരു 3 പീരീഡ് മേളിൽ നിന്നു. അതുപോലത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതുപോലത്തെ രസമുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 12th ബോർഡ് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒരു സ്കൂളിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സ്കൂളിലോട്ട് വിട്ടു. അപ്പൊ ആ സ്കൂളിൽ ആ ഇയറിന്റെ ഒരു ഓണം സമയം വരെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബയോളജി ആയിരുന്നു. അപ്പം ചില സാങ്കേതിക കാരണങ്ങളാൽ എന്നെ അടുത്ത സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അവിടെ സാങ്കേതിക നെറ്റ്വർക്കിന്റെ പ്രശ്നം. സാങ്കേതിക കാരണങ്ങൾ വെട്ടിയിട്ട് കുരുത്തക്കേടുകൾ. അപ്പൊ അടുത്ത സ്കൂളിൽ പോയപ്പോഴത്തേക്ക് അവിടെ എനിക്ക് ബയോളജി ഇല്ല. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, ബയോളജി തന്നെ എടുക്കണം. അപ്പൊ അവിടെ ചെന്ന് പഠിക്കാൻ ബയോളജി ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പഠിച്ച് ബോർഡ് എക്സാംസ് എഴുതാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷെ എന്നെ അവര് അത് പഠിച്ച് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് നടന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു വളഞ്ഞ വഴി കൂടെ എനിക്ക് ജയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും കോപ്പി അടിച്ച് ജയിക്കും എന്നുള്ള സാറുമാർക്ക് അറിയാം. പക്ഷെ സാറുമാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നെ അങ്ങനെ ജയിപ്പിക്കേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ബോർഡ് എക്സാം എഴുതാനായിട്ട് ചെന്ന് കയറുന്നത് ഞാൻ കാണുന്നത് ഒരു ക്ലാസ് മുറിയിൽ ഞാനും വേറൊരു കുട്ടിയും മാത്രം. ബാക്കിയെല്ലാം മറ്റേ ഒരു ബെഞ്ചിലെങ്കിലും 2 പേരെങ്കിലും ആയിട്ട്. എനിക്കാകെ ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ഇരുന്നിട്ട് എനിക്ക് 1 രൂപ കിട്ടില്ല. മറ്റേ കുട്ടിയാണെങ്കിൽ അവളുടെ പേരെ 8 കാലിന്നാണ്. അവൾ ഒന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ മൂടിയിരുന്നാണ് അവൾ എഴുതുന്നത്. 1 രൂപ കാണിച്ചു തരത്തില്ല. അവസാനം ഞാൻ കുറേ നേരം ഇരുന്നു. ഒന്നും നടക്കുന്നില്ല. അത് കണക്ക് മാത്സ് ആയിരുന്നു. മാത്സ് ഫസ്റ്റോ സെക്കൻഡ്. ഞാൻ പിന്നെ എന്റെ മനസ്സിൽ എനിക്ക് ആകെ പടം വരയ്ക്കാൻ അറിയുന്നത് മലയുടേത്, വീടിൻ്റെത്, ചന്ദ്രൻ, ഇത് പട്ടിക്കുട്ടി, ഉടുപ്പ്, കാറ്, ഇതെല്ലാം വരച്ചു വെച്ചു. ബോർഡ് എക്സാമിന് എന്റെ അവസാനം ഈ പേപ്പറൊക്കെ മറ്റേ CBSE ഇവാലുവേഷൻ പോയി ആ പാവപ്പെട്ട സാറിന് പിന്നെ അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടിയൊക്കെ വന്നു. ഞാനിപ്പോൾ റിസൾട്ട് മേടിക്കാൻ പോയപ്പോൾ സാർ എന്നെ കൊണ്ട് വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് പക്ഷെ അന്ന് ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ ചെയ്തത്. സാർ അത് എഴുതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണിച്ചു. സാർ ഒരു തമിഴനായിരുന്നു. സാർ നമ്മൾ കേന്ദ്രീയ വിദ്യാലയപ്പോൾ തമിഴൻ. അപ്പൊ സാർ ഇതൊക്കെ പിന്നെ ബോർഡ് എക്സാം എഴുതാൻ പോയപ്പോഴേ ചേട്ടാ, അതായത് ഫ്രണ്ടിൽ അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തുണ്ടൊക്കെ വെക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അപ്പം അച്ഛൻ നെക്സ്റ്റ് പരീക്ഷ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ അച്ഛനും ഉണ്ട്, അവിടെ കൂട്ടുകാരും ഉണ്ട് ചുറ്റും. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറയാം നീ ആ കയ്യിലുള്ള ബുക്ക് മറ്റേ നമ്മൾ ഈ തുണ്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വലിയ ഇതിന്റെ മിനിയേച്ചർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ എടുത്ത് അപ്പൊ പലയിടത്തായിട്ടൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും എഴുതണമെന്നുള്ളത് കാര്യം എന്നെ ഒറ്റയ്ക്കല്ലേ എഴുതുന്നത്, വേറെ നിവർത്തിയൊന്നുമില്ല, ആരുടെയും പേപ്പറൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഇതെല്ലാം എടുത്ത് കളഞ്ഞോ, നമുക്ക് ഈ വെക്കേഷനിൽ നമുക്ക് പിന്നീട് എഴുതിയെടുക്കാം. ഈ വെക്കേഷനിൽ നമുക്ക് അന്ന് SL വേൾഡ്, ഇപ്പം C ഗ്രൂപ്പിന്റെ തന്നെയാണ് SL വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടർലേ പോലെ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കാണ് ബോംബെയിലുള്ള, അവിടെ നിന്നെ കൊണ്ടുപോകാം. അത് കേട്ടോണ്ടെ ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞു. ഒരു വലിയ സ്കെറ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ അത് കൊണ്ടുപോയി ഞാൻ പരീക്ഷയ്ക്കും പൊട്ടി. അല്ല വിജയ്, സ്കൂളിന്റെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? സ്കൂളിന്റെ ഓർമ്മകൾ, അയ്യോ എന്റെ ബാഗ് ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവരാൻ മറന്നു. ഇപ്പൊ വരാമേ, ഒരു മിനിറ്റ്. സ്കൂൾ ടൈം മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ആകെ എന്റെ കയ്യിലുള്ളത് ബാക്കി അല്ലല്ല കൊച്ചിന്റെ ബാഗൊന്നും അല്ല. ഇതൊക്കെ ഇത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ നമ്മുടെ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് അതൊക്കെ എവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടേക്കോ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പോ മിസ്സായി പോയി. ആകെ ഈ സംഭവമൊക്കെയാണ് അന്നൊക്കെ ഉള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ എത്ര പേർക്ക് ഈ പരിപാടി അറിയാലോ, മറ്റേ മഷികൊടയിലും പരിപാടിയൊക്കെ, ഈ സംഭവമൊക്കെ ആയിരുന്നു അന്നുള്ളത്.
എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പോ മോനെ ദിനേശ. ലവ് യു ഡിയർ. ലവ് യു ഡിയർ ഉണ്ട് കേട്ടോ. നിനക്കിരിക്കട്ടെ ഈ കുതിരപ്പോവൻ. മോനെ അന്ന് ലാലേട്ടന്റെ ഈ ഡയലോഗുകളൊക്കെ, സ്ഫടികത്തിലെ ഡയലോഗുകളൊക്കെ ഭയങ്കര ഹിറ്റ് സംഭവമായിരുന്നു. ശ്രുതി ഭയങ്കര നല്ല കുട്ടിയായിരുന്നു. ശ്രുതി, ഞാനെന്ന് വെച്ചാല് എന്റെ അമ്മ സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ ഞാൻ 1ാം ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് പോയ ആളാണ്. ഞാൻ മലയാളം മീഡിയം സാധാ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഒരു വർഷം സ്കൂളിൽ ചേർന്നതിന് മുന്നേ എന്റെ അമ്മയുടെ സ്കൂളിൽ ഒരു വർഷം വെറുതെ എന്നെ കൊണ്ടുപോയി. അപ്പൊ അന്നത്തെ 1ാം ക്ലാസ്സുകാരുടെ കൂടെ ഇരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കൂളാണ് വേണമെങ്കിൽ എന്റെ ആദ്യത്തെ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും മാന്നന്നൂർ AUP സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു കൊച്ചു സ്കൂളാണ്. അതിനുശേഷം ഞാൻ പഠിച്ചത് LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു ഞാൻ. 3 സ്കൂള്. അതിനുശേഷം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റപ്പാലം. അതിന് 5ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് മണ്ണിന്റെ പണമുള്ള ഓർമ്മകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും ഇപ്പൊ വിജയേട്ടനോട് ചോദിക്കുമ്പം നമ്മളൊക്കെ പണ്ട് മഷിത്തണ്ടും മരുത്തണ്ടൊക്കെ വെച്ച് സ്ലേറ്റ് ഒക്കെ വായിക്കാം. ആൾക്ക് അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇല്ല. എന്താ എന്നൊക്കെ ചോദിക്കും. അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് നമ്മള് ഒരു പ്രത്യേക ഒരു ചെടിയിൽ ഇങ്ങനെ ഒരു നല്ല വിസ്കസ് ആയിട്ടുള്ള ഒരു മഴത്തുള്ളി ഉണ്ടാവും. അത് വെച്ച് നമ്മളിങ്ങനെ കണ്ണിലൊക്കെ വെക്കും. അപ്പൊ നമുക്ക് അടുത്ത കപ്പിൾ വരാനുണ്ട്. അപ്പൊ അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. സോ നമ്മുടെ അടുത്ത കപ്പിൾ അർജുൻ ആൻഡ് മാധവി. ഇത് ശരിക്കും അതോ സ്കൂൾ കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന പോലെ ഉണ്ട്. ബാഗൊക്കെ ആയിട്ടാണല്ലോ വന്നേ. ശരിക്കും ബാഗിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള. ആണോ? ദുബായിലല്ലേ പഠിച്ച? സ്കൂളിംഗ് അവിടെ ഇല്ലായിരുന്നോ? അല്ല, ഞാൻ 10th വരെ സേക്രഡ് ഹാർട്ടില് കോട്ടയം. പിന്നെ 11th ഉം 12th ഉം അതിപ്പോ എടുക്കണ്ട. ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ ആരെയും കാണിക്കില്ല, ഇങ്ങനെ പിടിച്ചോളാം. അല്ല, ഇനിയിപ്പോ സർപ്രൈസ് ആണ്. ഇനിയിപ്പോ കാണിച്ചോ? നമ്മള് സ്കൂൾ മെമ്മറീസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി കാണിക്കുന്നു. തുടങ്ങിക്കോളൂ. ഇത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിലെന്താ സർപ്രൈസ്? എന്താ സർപ്രൈസ്? അല്ല, ഇത് എന്റെ ഒരു മെമ്മറിയാ. അതായത് ഇവിടെ എല്ലാരും ഞങ്ങള് ബാക്ക് ബെഞ്ചർ ആയിരുന്നു, ഞങ്ങൾ ഉഴപ്പന്മാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. വെരി സ്റ്റുഡിയസ്. ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് ഫസ്റ്റ് ബെഞ്ചില് മറ്റേ പേരൊക്കെ എഴുതുന്ന ലീഡർ, ബുക്കൊക്കെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുന്ന, ടീച്ചർ വരുമ്പോ ടെസ്റ്റ് പേപ്പർ ഓർമ്മിപ്പിക്കുന്ന. എവിടുന്ന് കിട്ടി കുട്ടി നിനക്ക് ധൈര്യം ഞങ്ങളുടെ മുന്നിൽ പറയാൻ? അത് അങ്ങനെ വായിപ്പോയി സാർ. വായിപ്പോയതല്ല, ആയിപ്പോയി. ഞങ്ങളൊരു 5 പേരുടെ ഗ്യാങ് ഉണ്ട്. ബാംസ് എന്നാണ് പേര്. BAMPS ബുക്ക്. ഇതാ ഞങ്ങളുടെ ബുക്ക്. ബാംസ് എന്ന പേര്. അപ്പൊ B for ബ്രിജിറ്റ്, A for അഞ്ജലി, M for മാധവി, P for പല്ലവി, S for ശില്പ. അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ പറ്റി ആരെങ്കിലും ഏതെങ്കിലും ബോയ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആരും മൈൻഡ് ചെയ്യില്ല. ആരിങ്ങോട്ട് വർത്താനം പറയാൻ വന്നാൽ മൈൻഡ് ചെയ്യില്ല. ഞങ്ങളോട് ഹെൽപ്പ് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കില്ല. അതായത് ഞങ്ങളുടെ ബുക്കൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തില്ല. അപ്പൊ ഈ പിള്ളേരൊക്കെ ഉഴപ്പന്മാരൊക്കെ നോട്ട്ബുക്കൊക്കെ ഒന്ന് ചോദിക്കും. ഞങ്ങൾക്ക് പഠിക്കണ്ടേ, ഞങ്ങൾ കൊടുക്കാറില്ല. പിന്നെ 98, 97 ആയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കും. 70 ആയാൽ തോറ്റെന്ന് വിചാരിച്ച് കരയും. അങ്ങനത്തെ പിള്ളേരായിരുന്നു. ഈ ബുക്കിനകത്ത് ഇപ്പൊ എന്തുവാ? ഇത് ഞങ്ങൾക്ക് ഒരു Gmail ID ഉണ്ടായിരുന്നു, ഒരു ഓർക്കുട്ട് ID ഉണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് ID ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഐഡി. ഇത് ഞങ്ങൾ എങ്ങനെ കണ്ടു? 5 പേരും ഇങ്ങനെ ഞങ്ങൾ ബാംസ് എങ്ങനെ കണ്ടു? റൂട്ട് മാപ്പ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇതൊന്നുമില്ല. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഞങ്ങളുടെ ചോക്ലേറ്റ്, ഡയറി മിൽക്ക്. എല്ലാ ദിവസവും എല്ലാരും ചോക്ലേറ്റ് കൊണ്ടുവരും. ഡയറി മിൽക്ക് നിർബന്ധമാണ് കഴിക്കാൻ. പിന്നെ ഫേവറേറ്റ് ടീച്ചർ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സിന്റെ പെറ്റ്സ് ആയിരുന്നു. കാരണം എല്ലാരും അവര് പറയുമ്പോ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടും മാർക്ക് കിട്ടുന്നതുകൊണ്ടൊക്കെ എല്ലാരും പറയട്ടെ. ഞാൻ മാധവി പറയുന്ന എല്ലാം സത്യമാ, പക്ഷെ സ്ഥലം മാറിപ്പോയി. ഞാൻ ഈ ബുക്ക് കാണിച്ചപ്പോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അതിനകത്തുള്ള സ്പെൽസ് ഒക്കെയാ. നമുക്ക് ഈ സ്പെല്ല് ചേച്ചി നോക്ക്. വിംഗാഡിയോം ലെവ്യോസ. എന്തിനാണ് ഇതിന്റെ ആവശ്യം? അർജുനെ, നിനക്ക് ഈ ബേബി ശാലിനി എവിടെ നിന്ന് കിട്ടി? അർജുൻ, മാധവിക്ക് ഇത്ര അനുഭവം ഉണ്ടെങ്കിലും മാധവ് പഠിച്ച സ്കൂളിലെ മറ്റുള്ള കുട്ടികൾക്ക് അനുഭവം കാണും. അതല്ല ചേട്ടാ, ഞങ്ങൾ അങ്ങനത്തെ, അതായത് ഹാരി പോട്ടർ, പിന്നെ ഞാൻ 11th 12th ഷാർജയിലാണ് പഠിച്ചത്. അപ്പൊ 10th ബോർഡ് എക്സാമിന്റെ അന്ന് ലാസ്റ്റത്തെ എക്സാമിന് ഞങ്ങള് ഒരു
ഡയറി മിൽക്കിന്റെ കവറാ. ആ ലാസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച ഡയറി. അതൊക്കെ വേണം, അതൊക്കെ വേണം. എനിക്ക് മനസ്സിലാവാത്തത് ഇതെല്ലാവരും ഓടിച്ചു പിടിച്ച കോഴിയുടെ അല്ല ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പ് കളർ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, ഗ്രീൻ റെഡ് യെല്ലോ, അങ്ങനെ ഞങ്ങൾ 5 പേരും 2 പേരും ഒരേ ഗ്രൂപ്പിലായിരുന്നു. ഗ്രീൻ ഈ യെല്ലോ ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് ഒരു തൂവലിൽ ഒതുങ്ങി. അല്ലെങ്കിൽ 5 എണ്ണം വരേണ്ടതാ. ജോണി ചേട്ടാ, അശ്വതി, എന്തോ ഒരച്ഛന്റെ ഒരു സുഹൃത്തിന്റെ ഒക്കെ സ്ഥാനം ഞാൻ തന്നിട്ടില്ല. അവിടുന്നോട് ഞാൻ ചോദിക്കുകയാണ്, എന്നെ ഒന്ന് കൊല്ലു തരുമോ? പത്താം ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ബോർഡ് എക്സാമിന് പോകുമ്പോ നമ്മൾ ലാസ്റ്റ് ദിവസത്തിന് എന്ത് ഗൗരവമായിട്ടാ എന്നോട് പറഞ്ഞത്? ഞാൻ 10ാം ക്ലാസ് തോറ്റ ആളാ. 1998 പ്ലേ സ്കൂൾ തൊട്ട് 10ാം ക്ലാസ് വരെ. 98 കുട്ടി പ്ലേ സ്കൂളിലായിരുന്നു. 98 പ്ലേ സ്കൂളിലായിരുന്നു. 92 പാസ്സായ ആള്. മുത്തച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കൈ ചൂണ്ടി മുത്തച്ഛനോട് സംസാരിക്കണം. 98 ദുബായിലെ പ്ലേ സ്കൂളിൽ എന്ത് പറ്റി? അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പെട്ടെന്ന് ഞാൻ വേറെ സ്കൂളിലേക്ക് പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ നമ്മള് മെയിൽ ഐ ഡി അവർക്കും ഇപ്പൊ തന്നെ നമുക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള 5 പേരെ എങ്ങനെ ഒത്തു കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവും. ആ 4 പേര് നിങ്ങൾ ആരും കാണാൻ ഇടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു എനിക്ക് സി കേരളത്തോട് റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ച് ഈ ലോകത്തിന്റെ ഏത് കൊണ്ടായാലും ഇവിടെ കൊണ്ടുവരണം കേട്ടോ. അവരെയാണോ? പുറപ്പെട്ടോളൂ. ഹരിച്ചേട്ടൻ എന്നിട്ടേ ഹരിച്ചേട്ടൻ മറ്റേ ഡംഗ്ലീസ് കിട്ടിട്ട് കുക്കുരു ഓക്കെ. അതെ, നമുക്ക് ടാസ്ക് ഉണ്ട്. അയ്യോ, ടാസ്ക് ഉണ്ട്. വിജയ്ക്ക് ശ്രുതിക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ആരോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കുഞ്ഞു ഗെയിമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചാക്കിലോട്ടം. ഇത് ചാക്കിലോട്ടമല്ല, ആക്ച്വലി ചാക്കിൽ ചാട്ടമാണ്. നിങ്ങൾ ഈ ചാക്കിനകത്ത് ചാക്കൊക്കെ ആവശ്യാനുസരണം തന്നിട്ടുണ്ട്. ചാക്കിനകത്ത് കയറി നിൽക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ആ മറ്റേ ബർത്ത്ഡേ ക്യാപ്പില്ലേ, ആ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ഒരു ചെറിയ നീഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്പ് എടുത്ത് തലയിൽ വെക്കുക, ചാക്കിൽ നിന്ന് ചാടി ഇത് കുത്തി പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. പുഷ്പം പോലെ അത് അറ്റ് എ ടൈം ഒരാളെ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇവിടുന്ന് ഒരാൾ അടുത്ത് കഴിയുമ്പോഴേക്കും പാർട്ട്ണറിന് വേണമെങ്കിൽ ചാക്കിൽ കയറി റെഡി ആയിട്ട് നിൽക്കാം. പാർട്ട്ണറിന് ജോബ് ഏറ്റെടുക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഇത് പൊട്ടിച്ചു തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ ഒരാളെ ചെയ്യാൻ പാടുള്ളൂ. So your time starts now. നേരെ ചാട്, തല പൊക്കണ്ട. ഒന്നൂടെ. ഒരു ചാൻസ് നേരെ വയ്ക്ക്. തോറ്റില്ലേ? ഇത് ഇത്ര പെട്ടെന്ന് തീരും നമ്മൾ വിചാരിച്ചില്ല. ഓക്കെ, അങ്ങനെ വളരെ നിസ്സാരമായ സമയം കൊണ്ട് ഏകപക്ഷീയമായി വിജയം നേടിയിരിക്കുകയാണ്. മാധവി, ഇതിന്റെ തോൽവി മാധവി ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല, അത് മാധവി ഏറ്റെടുക്കാറില്ല. ഞാനായിട്ട് പൊട്ടിക്കില്ല. ഒരെണ്ണം പൊട്ടിച്ചു നോക്കണോ? വേണ്ട. ചുമ്മാ പൊട്ടിച്ചു നോക്ക്. നെട്ടും ഹാർട്ട് ബീറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം നെട്ടുമ്പോഴും നമ്മുടെ ലൈഫ് സ്പാൻ കുറയുന്നു. അങ്ങനെയാണ് വെടിക്കെട്ടുകാരുടെ അവസ്ഥ. ആ ബാഗ് മുഴുവൻ തുറക്കാത്ത നമ്മുടെ ഭാഗ്യം, നമ്മുടെ ലൈഫ് സ്പാൻ. ഇപ്പോഴും നിങ്ങൾ ഒരു ബുക്കേ കണ്ടിട്ടുള്ളൂ, ഇനി പല ബുക്കുകളും കാണാനുണ്ട് കേട്ടോ. നീ മാത്രം കണ്ടാ മതി. എന്നെ കൊണ്ടുണ്ടല്ലോ, ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ കൊണ്ട് തെരഞ്ഞു പിടിപ്പിച്ച് ഈ വലിയ ബോൾഡ് നല്ല കട്ടിയുള്ള ബുക്കില്ലേ, അങ്ങനത്തെ ബുക്ക് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. എമ്മും വരണം, എയും വരണം ഫ്രണ്ടില്. ഞാൻ ഡയറി ചെയ്തു. എം ഫോർ മാധവി, എ ഫോർ അർജുൻ. മനസ്സിലായി. മാധവി അർജുൻ എന്നല്ലേ വിളിക്കുന്നത്? ഇന്ന് ഡയറി എഴുതും, ഏട്ടൻ 2 ബലൂൺ പൊട്ടിച്ചു. എന്തായാലും ഈ കൂട്ടത്തില് ഏറ്റവും നിഷ്കളങ്കയായിട്ടുള്ള കുട്ടി തന്നെയാ. അല്ല, അങ്ങനല്ല, കുട്ടിയാ. അല്ല സാറേ, ഇപ്പൊ തന്നെ ഒരു സങ്കടം ഉണ്ടായി.
ഇപ്പൊ എല്ലാവരും രണ്ടുപേരും കഥകൾ പറയുന്നുണ്ട് സ്കൂളില്. അപ്പൊ മാധുവിന്റെ കഥ ഏകദേശം ആയപ്പോഴേക്കും തന്നെ സമയമല്ലോ. അപ്പൊ എന്റെ കഥ ചോദിക്കാനുള്ള ചേച്ചി, ആ ചേട്ടാ ഏട്ടന്റെ കഥ ഏട്ടൻ പറയല്ലേ. മോനെ മോനെ ആവശ്യത്തിന് കഥയുണ്ടല്ലോ, അതുപോലെ ചേട്ടന്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് ഭയങ്കര ഫണ്ണായിട്ട് ഈ ഒരു സെഗ്മെന്റും പോയി. അപ്പോ താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറെ സ്കൂൾ മെമ്മറീസും കുറെ കഥകളും ഇമോഷണൽ ആയിട്ടുള്ള കഥകളും കുറെ കോമഡി കഥകളും ഒക്കെ കേട്ട് ചിരിച്ച് വയ്യാണ്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പതിവ് പോലെ വൈൻഡപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ ചിരിയും സന്തോഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.